ഇപ്പോൾ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് നമ്മോടൊപ്പം ഉണ്ട്. പി.സി. ജോർജ്, പത്തനംതിട്ടയുടെ കാര്യത്തിൽ തീരുമാനമായോ? എനിക്കറിയില്ല. ഞാൻ 12 സീറ്റ് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് കൂടിയ ദിവസം ഞാൻ ബി.ജെ.പി. ചേർന്ന് 12 സീറ്റ് നോക്കിയല്ലോ. അതുകൊണ്ട് ആരാന്ന് കൂടെ എനിക്കറിയത്തില്ല. എന്നോട് പലരും ബി.ജെ.പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും പത്തനംതിട്ട നിന്നാൽ കൊള്ളാമെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് ശരിയാ. പക്ഷെ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അല്ല, ഇക്കാര്യത്തില് നേതൃത്വം ചോദിച്ചാൽ താങ്കളുടെ നിലപാട് എന്തായിരിക്കും? മത്സരിക്കാൻ തയ്യാറാണോ? സ്വാഭാവികമായി പാർട്ടി നേതൃത്വം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ സ്ഥാനാർത്ഥിയെ സംശയം പറ്റുള്ളൂ. ലോക്സഭയിലെ സാധാരണഗതിയിൽ പി.സി. ജോർജ് മത്സരിക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ് അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ താങ്കൾ മത്സരിക്കുക. ഞാൻ പറഞ്ഞ ഞാൻ ബി.ജെ.പി. ചേരുന്ന സമയത്ത് എന്നോട് ഡിമാൻഡ് വല്ലതും നോ ഡിമാൻഡ് എന്ന് പറഞ്ഞ് ഞാൻ ചേർന്നു. അല്ല, എനിക്ക് ഡിമാൻഡ് ഇല്ല. അതുകൊണ്ട് ഇപ്പം പത്തനംതിട്ട സീറ്റ് നിൽക്കാൻ ബി.ജെ.പി. നേതൃത്വം എന്നെ നിർദ്ദേശിച്ച കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. സ്വാഭാവികമാണ് ഞാൻ സ്ഥാനാർത്ഥിയാണ്. ഇതൊരു സംശയം വേണ്ട. എനിക്ക് ജയിക്കാൻ പറ്റും എൻ്റെ ഇടമുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പോൾ പത്തനംതിട്ടയിൽ നേരത്തെ കുമ്മനത്തിന്റെ പേര് കേട്ടിരുന്നു, ഇപ്പോൾ പി.എസ്. ശ്രീധരൻപിള്ളയുടെ പേര് കേൾക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യക്തത താങ്കൾക്കുണ്ടോ പി.സി. ജോർജ്? നികേഷ്, ഇപ്പൊ എനിക്ക് ചിരിവരുന്ന എന്നാന്നറിയാമോ? കുമ്മനത്തിന്റെ പേര് കേൾക്കുന്നു. കുമ്മനം കേൾക്കുന്നുണ്ട്. ശ്രീധരൻപിള്ളയാണ് കേൾക്കുന്നത്. ശ്രീധരൻപിള്ള പത്രത്തിൽ എല്ലാം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടില്ല. എന്റെ പേര് ആരും പറഞ്ഞില്ല. എന്നോട് സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി കാര്യം ചോദിച്ചോണ്ട് പിന്നെ എങ്ങനെ ഇങ്ങനെ വന്ന് എനിക്ക് അറിയില്ലെന്ന് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ വർത്താൻ പറഞ്ഞ കാര്യമുണ്ടോ? അതായത് പി.സിയുടെ പേര് കേട്ടപ്പോൾ ഒരു സൂക്കറിന്റെ ഭാഗം എന്നുള്ളത് അത് മൈൻഡ് ചെയ്യാൻ പോകണ്ട. മനസ്സിലായില്ലേ? അത് സാരമില്ല. ധൈര്യമായിട്ടിരുന്ന് ഞാനവിടെ പാർട്ടി നേതൃത്വം എന്നോട് നിൽക്കാൻ പറയാൻ നിൽക്കും. ഏറ്റവും വലിയ ഭൂരിപക്ഷം ജയിക്കുന്ന ആൾ ഞാൻ തന്നെയായിരിക്കും. സംശയമൊന്നുമില്ല. ധൈര്യമായിട്ട്. ഈ ആന്റോ ആന്റണി, തോമസ് ഐസക് എന്നിവരാണ് പ്രധാന എതിരാളികളായി വരുന്നത്. അവിടെ എങ്ങനെയാണ് താങ്കൾ വിജയസാധ്യത കാണുന്നത്? നികേഷേ, ഈ തോമസ് ഐസക് ആരാ? അങ്ങനെ പത്തനംതിട്ട ബന്ധം? ശബരിമല അയ്യപ്പൻ ഇരിപ്പടം ഇരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വരേണ്ട കാര്യം തന്നെ. അത് ആലപ്പുഴയെന്ന് പിണറായിയുടെ കൊടുത്ത് കൂട്ടി തുണിയില്ലാതെ പെണ്ണുങ്ങളെ ശബരിമല കയറ്റാൻ ഏറ്റവും മുന്നിൽ നിന്നയാൾ ഐസക്. അത് മാത്രമോ, 4.5 ലക്ഷം കോടി രൂപ കടമായി. നികേഷ് ഉൾപ്പെടെ കടക്കാരനാണ്. ഞാനും നികേഷ് കടക്കാരനാണ്. നമ്മളെ വേറെ കാശ് പഠിച്ചോ? 4.5 ലക്ഷം കോടി രൂപ കടമാക്കി വെച്ചേക്കുന്ന ഐസക് ഇങ്ങോട്ട് പത്തനംതിട്ടയ്ക്ക് എന്താ അവകാശം? അതുകൊണ്ട് അത് പോക്ക് കേസ് കേട്ട്. പിന്നെ ഉള്ളത് ആന്റോ ആന്റണി. കഴിഞ്ഞ 15 കൊല്ലം ആന്റോ ആന്റണി എം.പി. ആയിരുന്നു അവിടെ. ഏറ്റവും ലോക ഭൂപടത്തിൽ തന്നെ പേര് വരുന്ന സ്ഥലമാണ് ശബരിമല. ഇന്ന് വരെ പാർലമെന്റ് പോയി ശബരിമല എന്നൊരു വാക്ക് പറയാൻ മാന്യം തയ്യാറായോ? മനസാക്ഷി വിരുദ്ധമല്ലേ അത്? ഒന്ന് ആലോചിച്ച്. തെറ്റല്ലേ അയാൾ കാണിച്ചത്? എന്റെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശബരിമല മാത്രമല്ല, നമ്മുടെ പത്തനംതിട്ട പത്തനംതിട്ട നിയോജകമണ്ഡലം എന്ന് പറയുന്ന പൂഞ്ഞാർ ഉൾപ്പെടെയാ. വാഗമണിലൊരു മുരുകമ്മനയുണ്ട്. SNDPക്ക് 25 ഏക്കർ ഞാൻ തന്നെ പതിപ്പിച്ചു കൊടുത്തതാ. അവിടെ തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. SNDP അത് ചെയ്യുമെന്ന് വിചാരിച്ച് SNDP ചെയ്തില്ല. ഏതായാലും വഴി ഉണ്ടാകാൻ വേണ്ടി പള്ളിയോട് സ്ഥലം മേടിച്ച് വഴിയും കൊടുത്തതാ. പക്ഷെ SNDP എന്താ ചെയ്തിട്ടില്ല. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശബരിമലയും അരുവത്രപ്പള്ളിയും കാഞ്ഞപ്പള്ളി പള്ളിയും എരുമേലി ബാബർ പള്ളിയും അതുപോലെ നമ്മുടെ ഈ വാഗമണ്ണിലെ ഈ മലയും ഉൾപ്പെടെ എടുത്തുകൊണ്ടൊരു ടൂറിസ്റ്റ് പാക്കേജ് നമ്മുടെ ഈ ടൂറിസം നമ്മുടെ ഇതിന്റെ ഒരു പിൽഗ്രിം ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ട് ലോകത്തിന്റെ ഭൂപടത്തിൽ. അതായത് സ്ഥാനാർത്ഥിയാകട്ടെ പി.സി. ജോർജ്, നമുക്ക് നോക്കാം. അക്കാര്യത്തിൽ താങ്കളുടെ വികസന കാഴ്ചപ്പാടൊക്കെ ആ ഘട്ടത്തിൽ നമുക്ക് വിശദീകരിച്ച് പറയാൻ സാധിക്കും. നന്ദി പി.സി. ജോർജ്. ശരി, അപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ടയിലെ പി.സി. ജോർജിൻ്റെ പേര് വരുന്നു. കുമ്മനത്തിൻ്റെ പേരും ഒപ്പം തന്നെ പി.എസ്. ശ്രീധരൻപിള്ളയുടെ പേരും ഇടയ്ക്ക് വന്നു. അതിനോട് പ്രതികരിക്കുകയായിരുന്നു പി.സി. ജോർജ്. പി.സി. ജോർജിൻ്റെ പേര് കേട്ടപ്പോൾ ഏനക്കേടാണ് മറ്റ് പേരുകൾ എന്നാണ് പി.സി. ജോർജ് പ്രതികരിക്കുന്നത്.